വായിക്കുന്നത്. ക്രിസ്തുവിൽ നവജീവിതം. കർത്താവിൽ ഞാൻ നിങ്ങൾ ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുകയും ചെയ്തു, നിങ്ങൾ ഇനി ഒരിക്കലും രക്തചിന്തയിൽ കഴിയുന്ന വിചാരങ്ങൾ ജീവിക്കരുത്. ഹൃദയക്കാരിൽ നിമിത്തം അവർ അച്ഛത ബാധിച്ച് അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ സുശേഷം നോക്കി സ്വാഭാവിക കിട്ടിയത് ഈ പ്രശ്നം എനിക്ക് കുറച്ച് നല്ല പാഠങ്ങൾ തോന്നി. അപ്പോൾ നമ്മൾ പുസ്തകം കഴിഞ്ഞ് നമ്മൾ ആത്മാവിൻ്റെ അഭിഷേകത്തിലായിരിക്കുന്ന സമയമാണ് പുതിയൊരു ജീവിതം, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു പുതിയ ജീവിതം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നതുകൊണ്ട് കിട്ടുന്നത് പുതിയ ജീവിതം, പുതിയൊരു കാഴ്ചപ്പാടായിരിക്കും നമ്മുടെ കഴിഞ്ഞത്. നമ്മളിതൊക്കെ അഭിഷേകങ്ങളാണെങ്കിലും കഴിഞ്ഞ പുതിയൊരു ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞൊരു ജീവിതം എന്ന് വെച്ചാൽ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് കൃത്യതയുടെ നാളാണ്. നമ്മൾ ഇന്ന് മുതൽ തീരുമാനമെടുക്കണം നമ്മുടെ ജീവിതം പുതിയ വഴിക്ക് പരിസ്ഥാനം. നമ്മൾ കുറച്ചുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ പഠിച്ച് വഴികൾ പഠിച്ച് സഭയെ പറ്റി പഠിച്ച് പലതും പ്രഘോഷിക്കാൻ പറ്റും. പക്ഷെ അതിന് കാര്യമില്ല. ആത്മാവ് നിറഞ്ഞ് മറ്റൊന്നും ഉപകാരപ്പെടുന്ന ആത്മാവ് അതാണ് നമ്മളിൽ നിന്ന് നമുക്ക് ആർക്കും നമുക്കൊക്കെ ആർക്കും പഠിച്ച് വല്ലതും ഇഷ്ടംപോലെ പഠിക്കാം. നമുക്ക് നല്ല പ്രബോധനം കൊടുക്കാം. അതിന് കാര്യമില്ല. അത് ആത്മാവ് ടച്ച് ചെയ്ത് കർത്താവ് ഇടപെടാതെ നിൽക്കുന്ന സമയത്താണ് ആരും നമ്മൾ സഹായിക്കുന്നത്. ആ സമയത്ത് ആ കർത്താവ് പോകും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മക്കളെ തിരഞ്ഞെടുത്ത് മക്കളുടെ ഒരു കാരണം കർത്താവ് മാറിയിട്ടില്ല. പുതിയ ആൾക്കാരോട്ടുണ്ടെങ്കിൽ കർത്താവ് തന്നെ നേരിട്ട് ഇടപെട്ടത് ആശീലിക്കും. അപ്പോൾ നമ്മൾ അത്ര ഇതാണ് കർത്താവ് നമ്മൾ വിശ്വാസം അർപ്പിക്കുക. ശരണത്തില്ല. കർത്താവ് കണ്ണടച്ച് വിശ്വസിക്കുന്നത് ഒന്നിനെപ്പോഴും ആവിലോട്ടേണ്ട ആവശ്യമില്ല. ഒരു കാര്യത്തിനും നമ്മൾ അനുദിനം വിശുദ്ധിയിൽ പ്രാർത്ഥനയിൽ ദൈവത്തെ എങ്ങനെ മുഖത്തപ്പെടാൻ നമുക്ക് സാധിക്കും. അത് നമ്മൾ നോക്കണ്ട. എന്നെ കൊണ്ട് എനിക്കൊരു പ്രതിസന്ധി വന്നു, രോഗം വന്നു, നാം ദൈവത്തെ വരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു. കർത്താവ് ഇടപെടാതെ നിൽക്കുന്ന സമയത്താണ് ആരും നമ്മൾ സഹായിക്കുന്നത്. ആ സമയത്ത് ആ കർത്താവ് പോകും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മക്കളെ തിരഞ്ഞെടുത്ത് മക്കളുടെ ഒരു കാരണം കർത്താവ് മാറിക്കും.